ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. യെസ്, ഒരു ബാക്ക് ടു സ്കൂൾ ഹോൾ വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ കണ്ടു വന്നവരായിരിക്കും. അപ്പോൾ ആ ഒരു ഷോപ്പിങ്ങിൽ നമ്മൾ എന്തൊക്കെ വാങ്ങി എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ വരാൻ കുറച്ച് ലേറ്റായി, അതിനെക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാനും ലേറ്റായി പോയത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ബാക്ക് ടു സ്കൂൾ ഹോൾ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് എൻ്റെ അനിയൻ്റെ ബാഗാണ് കേട്ടോ. ഈ ഒരു ബാഗ് വരാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത്, കാരണം ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാഗ് ഓർഡർ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഓർഡർ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ബാഗ് ഇവിടെ എത്തുമ്പോൾ ചെറുതാവും, അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് നല്ല അടിപൊളി ബാഗാണ് കേട്ടോ. എനിക്ക് വാങ്ങിച്ചിട്ടുള്ളത് സ്പൈഡർമാൻ്റെ തീമിലുള്ള ഒരു ഡാർക്ക് ബ്ലൂ കളറിലുള്ള ബാഗാണ്. ഭയങ്കര സ്പേസ് ഉണ്ട് കേട്ടോ. ഇതിൽ 4 സിബ് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ ഒരു സിബ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സംഭവം എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി, പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൻ്റെ ബാഗ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ബാഗ് ടാഗ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ആവശ്യമുള്ളവർക്കൊന്ന് വാങ്ങി നോക്കുക. അടിപൊളി ബാഗാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് എൻ്റെ ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടായിരുന്നു. എൻ്റേത് ഷാലിൻ്റെ ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടായിരുന്നു. കാരണം നമ്മൾ ഷോപ്പിൽ അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് പറ്റിയ ലഞ്ച് ബോക്സ് ഇല്ല. പിന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഗൈസ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലഞ്ച് ബോക്സ് ഒക്കെ കണ്ടു. അപ്പോൾ അത്യാവശ്യം ഭയങ്കര അഫോർഡബിൾ പ്രൈസിനൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് വാങ്ങി നോക്കാമെന്ന്. അങ്ങനെ ഗൈസ് ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ്. ഒരു പേസ്റ്റൽ ഗ്രീനിൽ വരെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് ആണ്. സംഭവം ലഞ്ച് ബോക്സ് സ്റ്റീലാണ് കേട്ടോ. പിന്നെ വീഡിയോയിൽ എന്താ അറിയില്ല, കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടാണ് ഗ്രീൻ കളർ കാണിക്കുന്നത്. പക്ഷേ ഇതിനെക്കാട്ടി ലൈറ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ലഞ്ച് ബോക്സ് വരുന്നത്. ഭയങ്കര പേസ്റ്റൽ ഗ്രീൻ ആണ്. ഇനി ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഗായസ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള നമ്മുടെ ലുക്ക് വരുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ ആയിട്ട് ഒരു കുഞ്ഞ് പാത്രം കൂടി ഉണ്ട്, നമുക്ക് ഉപ്പേരി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടേക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഷാലുൻ്റെതും ഇതുപോലത്തെ ലഞ്ച് ബോക്സ് തന്നെയാണ്, പക്ഷെ അതിൻ്റെ കളറ് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് അകത്ത് സ്റ്റീലാണ് വരുന്നത്. നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും, നല്ല അടിപൊളി സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ്. ഇനി നമുക്ക് ഷാലുവിൻ്റെ ലഞ്ച് ബോക്സ് കാണിച്ചു തരാം കേട്ടോ. യെസ് ഗൈസ് ഇതാണ് നമ്മുടെ ഷാലുവിൻ്റെ ലഞ്ച് ബോക്സ് വന്നിട്ട് റെഡ് കളറാണ്. എൻ്റേത് ഗ്രീന്, ഓൻ്റേത് റെഡ് കിട്ടും. പിന്നെ അതിൻ്റെ പുറത്തായിട്ട് ഭയങ്കര സ്റ്റിക്കറൊക്കെ ആണ്, എന്തോ റേസിങ് പിന്നെ ബൈക്കിൻ്റെ ഒക്കെ സ്റ്റിക്കർ ഉണ്ടാവും. പറഞ്ഞ് എനിക്കിത് വേണം, അപ്പോൾ അങ്ങനെ ഇത് വാങ്ങി കൊടുത്തതാണ്. ഇവൻ്റേതാണെങ്കിൽ ഭയങ്കര ഓപ്പൺ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. പെട്ടെന്ന് ഓപ്പൺ ചെയ്യാനും അതുപോലെ പെട്ടെന്ന് അടയ്ക്കാനും പറ്റും. അപ്പോൾ എൻ്റെ പോലെ തന്നെ സെയിം തന്നെ, പക്ഷേ റെഡ് കളറാണെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് സൈഡിൽ റെഡ് ആയിട്ട് വന്നിട്ട് പിന്നെ ഉള്ളിൽ സ്റ്റീലായിട്ടുള്ള ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് ഷാലുവിൻ്റെ ലഞ്ച് ബോക്സ്. ഇനി നമുക്ക് നമ്മുടെ നോട്ട്ബുക്സ് കാണാം. അപ്പം ഇതാണ് എൻ്റെ നോട്ട്ബുക്സ്. ഞാനിപ്പോൾ 8 നോട്ട്ബുക്സ് ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. 8 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണ്ടി വരും. ഇനി എന്തായാലും സ്കൂൾ തുറന്നിട്ട് ടീച്ചർ പറയുന്ന അനുസരിച്ച് നോട്ട്ബുക്സ് വാങ്ങാൻ വിചാരിച്ചു. ഇപ്പോൾ ഇന്ന് 8 വാങ്ങാൻ വിചാരിച്ചു. ഇനിയും ആണെങ്കിൽ നമുക്ക് സ്കൂളിൽ തന്നെ സ്റ്റോർ വരുന്നുണ്ട്, അവിടെ നിന്ന് വാങ്ങാം. പിന്നെ പുറത്തും കുറേ ഷോപ്പൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് വാങ്ങാം. നമ്മുടെ ക്ലാസ്മേറ്റിൻ്റെ നോട്ട്ബുക്സ് ആണ്. എനിക്ക് ഫുള്ള് വരല്ലാത്തതാണ് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ നോട്ട്ബുക്സ്. ഇനി നമുക്ക് ഷാലുവിൻ്റെ നോട്ട്ബുക്സ് കാണാം. ഓനക്ക് 4 ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. 3 വര ഉള്ളതും അതുപോലെ 1 വര ഇല്ലാത്തതാണ് നമ്മുടെ മാത്സിന്. ഇവൻ്റെ നോട്ട്ബുക്സും ക്ലാസ്മേറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവൻ്റെ ഈ നോട്ട്ബുക്സിൽ ഈ ചട്ട ഉണ്ടല്ലോ പുറത്ത്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി ഇതൊന്നും കാണുമല്ലോ, ഇതൊക്കെ ഇനി പൊതിയാനുള്ളതാണ്. ഇതാ ഞാൻ കാണിച്ചത് ഈ ഫസ്റ്റത്തേതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ ഇതാണ് ഷാലുവിൻ്റെ നോട്ട്ബുക്സ്. ഇനി ഞാൻ കാണിക്കുന്നത് ഷാലുവിൻ്റെ വാട്ടർ ബോട്ടിലാണ്. ഇത് വരുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് അതുപോലെ ഡാർക്ക് ബ്ലൂ കളറിൽ വരുന്നതാണ് കേട്ടോ. അത്യാവശ്യം വെള്ളമൊക്കെ കൊള്ളും. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാനും അതുപോലെ അടയ്ക്കാനും പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇങ്ങനെയാണ് ഇതിൻ്റെ അടപ്പ് വരുന്നത്. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്ക് നോട്ട്ബുക്സ് കാണിച്ചില്ലെങ്കിൽ നമുക്ക് നോട്ട്ബുക്സും ടെക്സ്റ്റ് ബുക്കൊക്കെ പൊതിയാൻ വേണ്ടിയിട്ട് പൊതി വേണ്ടേ. അപ്പം ഇതുപോലത്തെ 2 റെഡ് കളറിലുള്ള, എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ചുവപ്പ് മഞ്ഞ അതല്ല കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. മറ്റേ പ്ലാസ്റ്റിക് ടൈപ്പ്, എത്ര ആയാലും വെള്ളമൊന്നും തട്ടിയാലും നനയാത്ത രീതിയിലുള്ളതല്ലേ, അതാണ് വാങ്ങിയത്. ഒന്ന് യെല്ലോ കളറാണ്, അതെനിക്ക് എൻ്റെ നോട്ട്ബുക്സ് പൊതിയാൻ വാങ്ങിച്ചിട്ട് വാങ്ങിയതാണ്. ഇനിയിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ പൗച്ചാണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ വരുന്നതും അതുപോലെ BTS ടൈപ്പാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തത് ഇതുപോലെ നമ്മൾ മാറ്റിയിട്ടില്ല. ഇതും ഷാലുവിൻ്റെ പൗച്ച് തന്നെയാണ് കേട്ടോ. ഇതിൽ മൊത്തം ഷാലുവിൻ്റെ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് സ്കെച്ചാണ്. ഇത് ലെക്സാർട്ടിൻ്റെ സ്കെച്ച്. നമുക്ക് അസൈൻമെൻറ്റ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ തരില്ല, അപ്പോൾ അതിൽ ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്കെച്ച് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയതാണ്. ഇനി നമുക്ക് എൻ്റെ ജിയോമെട്രിക്കൽ ബോക്സ് കാണാം.
കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങിയത് ക്യാമലിൻ്റെതായ നമ്മുടെ ഓറഞ്ച് കളറിലുള്ളതല്ലേ അതന്നെ. ഇപ്പം ഞാൻ വിചാരിച്ചു ഡോംസിൻ്റെ വാങ്ങാൻ, ഈ ഒരു ബ്ലാക്ക്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി, കാരണം മൈ ഫേവറേറ്റ് കളർ ഈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ളത് വാങ്ങാൻ വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു പെന്നും അതുപോലെ സ്കെച്ചും കിട്ടുന്നുണ്ട്. അതിനോട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടോ. നല്ല ഡോംസിൻ്റെ തന്നെ ബ്ലാക്ക് പെന്നും അതുപോലെ ഒരു സ്കെച്ചും, പിന്നെ നമ്മുടെ ബോക്സിലുള്ള സാധാരണ ഐറ്റംസ്, കോമ്പസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. സംഭവം അതെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ നമ്മുടെ നോർമൽ 2 വാക്സ് ക്രയോൺസ് വാങ്ങിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വാങ്ങിച്ചത് നമ്മുടെ അപ്സരയുടെ പെൻസിൽ സെറ്റാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് ഇറേസറും അതുപോലെ ഷാർപ്പനറും വരുന്നുണ്ട്. ഇപ്പോൾ ഈ സെറ്റ് വാങ്ങാൻ കാരണം ഇതാണ് യൂസ്ഫുൾ. കാരണം ഇനി ഓരോന്ന് തീരും തോറും ഈ പുതിയത് വാങ്ങണമല്ലോ, നമുക്ക് ഈ സെറ്റ് നിർത്താൻ മതിയല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പെൻസിലിൻ്റെ സെറ്റ് തന്നെ വാങ്ങാമെന്ന്. അടുത്തത് നമ്മുടെ സ്കെയിലാണ്. ഒന്ന് 15 സെൻറ്റിമീറ്ററിൻ്റെ ഒരു നട്രാജിൻ്റെ സ്കെയിലും പിന്നെ 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ക്യാമലിൻ്റെ സ്കെയിലും വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു A4 സൈസുള്ള പേപ്പറൊക്കെ നമുക്ക് അസൈൻമെൻറ്റൊക്കെ തരുമ്പോൾ അങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങിയത്. പിന്നെ വേറെ ഒരു അപ്സരയുടെ ഇറേസറും ഒരു ഷാർപ്പനറും വാങ്ങിയിട്ടുണ്ട്. ഇത് ശാലുന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഒരു ബ്ലൂ കളറിൽ വരുന്ന ടയറിൻ്റെ ഇറേസറാണ്. പിന്നെ ഈ ഒരു സംഭവത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾ വിചാരിച്ച് 3 കളർഫുൾ സംഭവമാണ്, പക്ഷേ ഇതിൻ്റെ പുറമെയാണ് ഇങ്ങനെ ഓരോ കളർ വരുന്നത്. അകത്ത് മൊത്തം റെഡാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ അച്ചടിക്കുക എന്നൊക്കെ പറയും. ഞാൻ ബുക്കിൽ സംഭവം അച്ചടിച്ച് കാണിച്ചിരുന്നത് കണ്ടോ. ഇത് നമുക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ്ഫുൾ ആയി. പിന്നെ ടെക്സ്റ്റിലൊക്കെ നമുക്കിങ്ങനെ ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെയൊക്കെ അച്ചടിക്കാൻ പറ്റും. സംഭവം ശാലുന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് വന്നത് ഒരു പിങ്ക് കളറിലുള്ള ഹൈലൈറ്ററാണ്. പിന്നെ കുറച്ച് പെന്നുമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. യെസ് ഗായ്സ്, ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബാഗ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഭയങ്കര ഗ്രേ ആയിട്ടാണ് കാണിക്കുന്നത്, പക്ഷേ ശരിക്കും എൻ്റെ ബാഗ് ഒരു ഡാർക്ക് ഗ്രീൻ സംഭവമാണ് കേട്ടോ ആ ഒരു കളർ വരുന്നത്. പിന്നെ എൻ്റെ ബാഗിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞതിൽ ഭയങ്കര സ്പേസ് ഉണ്ട്. ഞാൻ സിബൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിന് താഴെ തന്നെ ആയിട്ട് 2 സിബ് വരുന്നുണ്ട്. ഒരു കുഞ്ഞ് നമുക്ക് അവിടെ പെൻസിലൊക്കെ ഇട്ട് വെക്കാം. പിന്നെ ഇവിടെ ഒന്ന് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു സിബ് വരുന്നുണ്ട്. നമുക്ക് ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാം. പിന്നെ ഇവിടെ ബുക്കൊക്കെ ഇട്ട് വെക്കാൻ വരുന്നുണ്ട്. സംഭവം ഒരു 5 സിബ് വരുന്നുണ്ട് ടോട്ടൽ. പിന്നെ നമ്മുടെ ലാസ്റ്റിലെ സിബിലാണെങ്കിൽ ഗൈസ് ഇവിടെ ആണെങ്കിൽ ഫയൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. സംഭവം ഇതിൻ്റെ പുതിയ ബാഗൊന്നും അല്ല, ഇതിൻ്റെ 8ലെ ബാഗ് തന്നെയാണ്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോട് ഞാൻ വിചാരിച്ചു തന്നെ 9th എടുക്കാമെന്ന്. യെസ് ഗായ്സ്, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബാക്ക് ടു സ്കൂൾ ഹോൾ വീഡിയോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്ത ഐറ്റംസ്. ഇനിയും കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ നെയിം സ്ലിപ്പ്, ഫയൽ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. അതൊക്കെ ഇനി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്കൂളിൻ്റെ അവിടുത്തെ സ്റ്റോറിൽ നിന്നിട്ട് വാങ്ങാൻ വിചാരിച്ചു. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നെക്സ്റ്റ് ഏത് വീഡിയോ ആണെന്നും കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.